എല്ലാവർക്കും ആംഗിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1 നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, പാർട്ട് 2 വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ ഡുവൽ ഒബ്ജക്റ്റീവ് ഓഫ് ഫെഡറലിസം. ഫെഡറലിസത്തിൻ്റെ ഡുവൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് ചോദിച്ചത്. 4 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ, സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് യൂണിറ്റി ഓഫ് ദ കൺട്രി. ബി, റെസ്പോൺസിബിൾ ഫോർ ദ റൈസ് ഓഫ് റീജിയണലിസം. സി, ഡിവിഷൻ ഓഫ് ഹൊറിസോണ്ടൽ പവർ. ഡി, അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഈ 4 പോയിന്റിൽ ഏതൊക്കെയാണ് ഇതിൽ ഡ്യുവൽ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, എ എൻ ബി. ഓപ്ഷൻ ബി, എ എൻ ഡി. ഓപ്ഷൻ സി, ബി എൻ സി. ഓപ്ഷൻ ഡി, എ ബി ആൻഡ് ഡി. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് യൂണിറ്റി ഓഫ് ദ കൺട്രി. അതെ, ഒബ്ജക്റ്റീവ് ആണ്. റെസ്പോൺസിബിൾ ഫോർ ദ റൈസ് ഓഫ് റീജിയണലിസം ഒരിക്കലും ഫെഡറലിസത്തിന് ഒബ്ജക്റ്റീവ് അല്ല. ഓപ്ഷൻ പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് കൊടുത്തത് സി ആയിട്ട് കൊടുത്തത് ഡിവിഷൻ ഓഫ് ഹൊറിസോണ്ടൽ പവർ. ഹൊറിസോണ്ടൽ പവർ ഡിവിഷൻ ഫെഡറലിസത്തിന് ഒബ്ജക്റ്റീവ്സ് വരുന്നില്ലല്ലോ. പിന്നെന്താണ് അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റി. യെസ്, കറക്റ്റ്. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ? എ ആൻഡ് ഡി, അതായത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഓപ്ഷൻസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അസേഷൻ എന്താ നോക്കാം. ദ ഗ്രോത്ത് ഓഫ് റെവല്യൂഷണറി നാഷണലിസം ഇൻ യൂറോപ്പ് സ്പാർക്ക്ഡ് ഓഫ് എ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എമംഗ് ദ ഗ്രീക്സ് വിച്ച് ബിഗൻ ഇൻ 1821. അതായത് റെവല്യൂഷണറി നാഷണലിസം യൂറോപ്പിൽ പടർന്ന് പന്തലിച്ച സമയത്ത്, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രീക്കുകാരുടെ ഇടയിൽ 1821 ഇൻഡിപെൻഡൻസ് വേണ്ടി സ്ട്രഗിൾ സ്പാർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതാണ് അസേഷൻ ആയിട്ട് കൊടുത്തത്. അതിന് റീസൺ കൊടുത്തത് ഗ്രീസ് വാസ് സഫറിങ് അണ്ടർ ദ സബ്ജുഗേഷൻ ഓഫ് ദ ഒട്ടോമൻ എംപയർ. ഗ്രീസ് എന്തായിരുന്നു, ഒരുപാട് കാലമായിട്ട് ഒട്ടോമൻ എംപയറിൻ്റെ അടിയിൽ വളരെ ബുദ്ധിമുട്ട് ഒരവസ്ഥയിലാണ്. അല്ലെങ്കിൽ അവരെ എന്തായിരുന്നു, ഒട്ടോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു ഗ്രീസ്. അവർക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ അസേഷൻ റീസൺ എന്താ കറക്റ്റാണ് അല്ലേ? ഏകദേശം കറക്റ്റാണ്. അപ്പോൾ എന്തായിരുന്നു നമുക്ക് ഓപ്ഷൻസിലൊക്കെ ഓപ്ഷൻ എ, ബോത്ത് അസേഷൻ റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേഷൻ. അത് 2 അസേഷനും റീസൺ ട്രൂ ആണ്. റീസൺ എന്ന് പറയുന്നത് എന്താണ്, അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. യെസ്, അതെ, അങ്ങനെയാണെന്ന് തോന്നുന്നത് അല്ലേ? അതെ. പിന്നെ ഒരു ഓപ്ഷൻ കൊടുത്തത് എന്താണ്, ബോത്ത് അസേഷൻ റീസൺ ആർ ട്രൂ ബട്ട് ദ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേഷൻ. അല്ല, അസേഷൻ ആൻഡ് ട്രൂ. ഓപ്ഷൻ സി കൊടുത്തത് അസേഷൻ ഈസ് ട്രൂ റീസൺ ഈസ് ഫാൾസ്. അല്ല, അതുമല്ല. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേഷൻ. അപ്പോൾ എന്താണ് നമുക്ക് എന്ത് കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും അസേഷൻ റീസൺ ആണ്. ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഈസ് നോട്ട് ദ ഓൺലി നെസസറി കണ്ടീഷൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എനി റീജിയൻ. അതായത് ഒരു പ്രത്യേക ഏരിയയിൽ റിസോഴ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം എന്തുണ്ടാകുന്നില്ല, അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അസേഷൻ പറയുന്നത്. റീസൺ കൊടുത്തത് നോട്ട് ഓൺലി ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ബട്ട് ഓൾസോ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ടെക്നോളജി ഈസ് നെസസറി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് എനി റീജിയൻ. അതായത് റീജിയനിൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ റിസോഴ്സ് മാത്രം ഉണ്ടായാൽ പോരാ, അവിടെ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ഉള്ള ടെക്നോളജി ചേഞ്ചും കൂടെ അവിടെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് റീസൺ. കറക്റ്റാണ്, അസേഷനും റീസണും കറക്റ്റാണ് ഇവിടെ. അപ്പോൾ നോക്കാം, ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷൻ എ, ബോത്ത് അസേഷൻ റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേഷൻ. അസേഷൻ റീസൺ ട്രൂ ആണ് അല്ലേ? അതായത് അസേഷനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയായിട്ടാണ് റീസൺ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ കറക്റ്റാണ്. ഓപ്ഷൻ ബി, ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് ദ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേഷൻ. അല്ല, ട്രൂ ആണ്, എക്സ്പ്ലനേഷനും കറക്റ്റാണ്. ഓപ്ഷൻ സി, അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. അല്ല. ഓപ്ഷൻ ഡി, ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ്. അതുമല്ല. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ്? ഓപ്ഷൻ എ, both assertion and reason are true and reason is the correct explanation of the assertion. അടുത്ത ക്വസ്റ്റ്യൻ, അതും അസേഷൻ റീസൺ ടൈപ്പാണ്. ടീ കൾട്ടിവേഷൻ. അസേഷൻ എന്താണ്? ടീ കൾട്ടിവേഷൻ ഈസ് എ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി. അതായത് ടീ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് തൊഴിലാളികൾ ആവശ്യമായ ഒരു ഇൻഡസ്ട്രിയാണ്. കറക്റ്റാണ്. റീസൺ എന്താണ് കൊടുത്തത്? കൾട്ടിവേഷൻ കാൻ ബി ഡൺ ത്രൂ ഔട്ട് ദ ഇയർ. ടീ ബുഷസ് റിക്വയർ വാം ആൻഡ് മോയ്സ്റ്റ് ഫ്രീ ക്ലൈമറ്റ്. കൾട്ടിവേഷൻ ഏകദേശം ടീ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ വർഷം മുഴുവൻ ചെയ്യുന്നുണ്ട്. കറക്റ്റാണ്. ടീ ബുഷസ് റിക്വയർ വാം ആൻഡ് മോയ്സ്റ്റ് ഫ്രോസ്റ്റ് ഫ്രീ ക്ലൈമറ്റ്. എന്താണ് ഈ ടീ ബുഷത്തിന് കുറച്ച് ചൂടുള്ളതും എന്നാൽ മഞ്ഞ് വീഴത്തുമായ ഫ്രോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ക്ലൈമറ്റ് കിട്ടണം. അതും കറക്റ്റാണ്. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അസേഷൻ എന്താണ് കൊടുത്തത്? ടീ കൾട്ടിവേഷൻ ഒരുപാട് ലേബേഴ്സിന് ആവശ്യമാണെന്ന്. ഇപ്പോൾ റീസണായി കൊടുത്ത് ടീ കൾട്ടിവേഷൻ്റെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തു. അതായത് അസേഷന് കറക്റ്റായിട്ടുള്ള റീസൺ അല്ല, പക്ഷേ അസേഷനും റീസണും എന്താണ് ഇവിടെ കറക്റ്റാണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ബോത്ത് അസേഷൻ റീസൺ കറക്റ്റ് ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ.
അസേഷൻ റീസണും കറക്റ്റാണ്, പക്ഷേങ്കിൽ എന്താണ് റീസൺ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ. അപ്പോൾ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ അസേഷൻ. അസേഷനും റീസണും കറക്റ്റാണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് പിന്നെ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, അത് കറക്റ്റാണ് അല്ലേ. ആ ഓപ്ഷൻ ബി കറക്റ്റാണ്. പിന്നെ ഓപ്ഷൻ സി എന്നുണ്ടെങ്കിൽ അസേഷൻ കറക്റ്റ് അല്ല, അതല്ല. ഓപ്ഷൻ കറക്റ്റ്, ബി റീസൺ ഇൻകറക്റ്റ്, രണ്ടും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ഇൻകറക്റ്റ്, അല്ല രണ്ടും കറക്റ്റാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത അസേഷൻ റീസൺ തന്നെയാണ്. അസേഷൻ എന്താണ്? പവർ ഷുഡ് റിസൈഡ് വിത്ത് വൺ പേഴ്സൺ ആൻഡ് ഗ്രൂപ്പ് ലൊക്കേറ്റഡ് വൺ പ്ലേസ് ഇൻ എ ഡെമോക്രസി. ജനാധിപത്യത്തിൽ പവർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ടാകുന്നത്, അത് തെറ്റാണ്. റീസൺ കൊടുത്തത് ഇഫ് ദ പവർ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇറ്റ് വിൽ നോട്ട് ബി പോസിബിൾ ടു ടേക്ക് ഡിസിഷൻ ക്വിക്ലി ആൻഡ് എൻഫോഴ്സ്. പവർ ഡിസ്പേഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാനോ അത് എൻഫോഴ്സ് ചെയ്യാനോ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അതും തെറ്റായൊരു റീസൺ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ബോത്ത് അസേഷൻ റീസൺ ട്രൂ ആൻഡ് അല്ല, അതല്ല, എന്തായാലും അല്ല. ബോത്ത് അസേഷൻ റീസൺ ട്രൂ അല്ല, ഓപ്ഷൻ എ അല്ല, ബി അല്ല. ഓപ്ഷൻ സി അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്, അല്ല, അതല്ല. ഓപ്ഷൻ ഡി ബോത്ത് അസേഷൻ ആൻഡ് റീസൺ, രണ്ട് അസേഷനും റീസണും ഫാൾസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് അത് അസേഷൻ റീസൺ ടൈപ്പാണ്. അപ്പോൾ 37 അസേഷൻ തേർഡ് ടയർ ഓഫ് ഗവൺമെൻറ് ഈസ് ലോക്കൽ ഗവൺമെൻറ്. മൂന്നാമത്തെ ടയർ ഗവൺമെൻറ് നമ്മൾ ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്നു, കറക്റ്റാണ്. റീസൺ ഇറ്റ് മെയ്ഡ് ഡെമോക്രസി വീക്ക്. തേർഡ് ടയർ ഓഫ് ലോക്കൽ ഗവൺമെൻറ് വന്നുകൊണ്ട് ഡെമോക്രസി വീക്ക് ആകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ എന്താണ് ഇവിടെ കറക്റ്റ്? അസേഷൻ കറക്റ്റാണ്, റീസൺ ഇവിടെ ഇൻകറക്റ്റാണ്. അപ്പോൾ എന്താണ് ഓപ്ഷനിലേക്ക് വെക്കാം, അസേഷൻ എ ബി സി വെക്കാം അല്ലേ. അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്, കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ്, അസേഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫാൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേഷൻ സപ്പോസ് ദ ലിറ്ററസി റേറ്റ് ഇൻ ദ സ്റ്റേറ്റ് ഈസ് 78% ആൻഡ് ദ നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ഇൻ സെക്കൻഡറി സ്റ്റേജ് ഈസ് 47%. അതായത് ഒരു അസേഷൻ കൊടുത്തത്, അതായത് ഒരു പ്രദേശത്തെ ലിറ്ററസി റേറ്റ് 78% ആണെന്ന് കരുതുക. ആൻഡ് അവിടുത്തെ അറ്റൻഡൻസ് സെക്കൻഡറി സ്റ്റേജിൽ അറ്റൻഡൻസ് റേഷ്യോ 47% ആണെന്നു. അപ്പോൾ അതിൻ്റെ റീസൺ മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു അതർ സ്റ്റേറ്റ് ഫോർ എലിമെൻ്ററി എഡ്യൂക്കേഷൻ. അത് ഏകദേശം പകുതിയോളം കൂടുതൽ, പകുതിയിൽ കൂടുതൽ കുട്ടികൾ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അതായത് ചെറിയ ക്ലാസ് എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അത് തെറ്റാണ്. റീസൺ ഇവിടെ കറക്റ്റ് ഫാൾസ് ആണ്. അസേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മളോട് പറയാൻ അസ്യൂം ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അത് എന്തായാലും കറക്റ്റായിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടി പറയുകയാണല്ലോ ഇവിടെ. അപ്പോൾ എന്താണ് ഇവിടെ അസേഷൻ ട്രൂ ആണ്, റീസൺ ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ വിത്ത് കറക്റ്റ് ഇൻഫർമേഷൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ ടേബിളിൽ നോക്കാം. ആക്ട് ഒരു MG നരേഗ എന്ന ആക്ടിനെ പറ്റി വന്ന അതിൻ്റെ ഫുൾ ഫോം എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. അതായത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് പാസ്ഡ് ഇയറും മെയിൻ എയിമും അതെന്താണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാസ്ഡ് ഇയർ എന്നിട്ട് എ എന്നും ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ എയിം എന്നിട്ട് ബി, അത് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യേണ്ടത് എ എന്താണ്, ബി എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഇത് MG നരേഗ ആക്ട് പാസ് ചെയ്ത് നമുക്കറിയാം ഏത് വർഷം 2005 നിയമം പാസ്സാക്കിയത്. അപ്പോൾ അതായത് ഓപ്ഷനിൽ 2005 വരുന്ന നോക്കുക. അപ്പോൾ ഓപ്ഷൻ എയിൽ എന്താണ്? എ 2000 അല്ല. ഓപ്ഷൻ ബി 2005 ആണ്. അപ്പോൾ വേറെ ഉണ്ട് നോക്കുക. ഓപ്ഷൻ സി 2010 ആണ്. ഓപ്ഷൻ ഡി 2015. അപ്പോൾ ഇവിടെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത് അല്ലേ. അതായത് 2005 വരുന്നത് ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ടു എൻഹാൻസ് livelihood security in rural areas by providing at least 100 days of wage employment in a financial year to every household whose adult members volunteer to do unskilled manual work. അതായത് എന്താണ് നമ്മൾ 2005 പാസ്സാക്കി, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അതായത് റൂറൽ ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാർക്ക്, അതായത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏകദേശം 100 ദിവസത്തോളം നിർബന്ധിത തൊഴിലും വേതനവും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് സീക്വൻസ്. അത് താഴെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സീക്വൻസ് ആയിട്ട് ഓരോന്ന് ആദ്യം നടന്ന രീതിയിൽ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ട്രാൻസ്പോർട്ടിങ് ക്ലോത്ത് ഇത് വർക്ക്ഷോപ്പ്, ക്ലോത്തുകൾ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ സെയിൽ ഇൻ ഷോപ്സ് ആൻഡ് ഷോറൂമിൽ വെച്ചിട്ട് ഷോറൂമിലും ഷോപ്പിൽ വെച്ച് സെയിൽ ചെയ്യുന്നു. മൂന്നാമത്തെ കൊടുത്ത് സ്പിന്നിങ് യാണ് സ്പിൻ ചെയ്യുന്നു. നാലാമത്തെ വീവിങ് ഓഫ് ഫാബ്രിക്, അത് കറക്റ്റ് ചെയ്ത ഓർഡറിൽ വരുന്നത്.
ഈ പറഞ്ഞ ഇവിടെ കൊടുത്ത ഓപ്ഷൻ കാരണം ആദ്യം നടക്കുന്ന സംഭവം എന്താണ്? സ്പിന്നിങ് ദ യാണാണ്. യാൺ ആദ്യം സ്പിൻ ചെയ്യുന്നു, അതിന് ശേഷം എന്താ ചെയ്യുക? വീവിങ് ഓഫ് ദ ഫാബ്രിക് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ടിങ് ക്ലോസ് ടു വർക്ക്ഷോപ്പ്, പിന്നെ അവിടെ വെച്ച് നമ്മൾ സെയിൽ ചെയ്യുന്നു, പിന്നെ ഷോപ്പിൽ വെച്ചിട്ടും പിന്നെ ഷോറൂം വെച്ചും സെയിൽ ചെയ്യുന്നു. നാലാമത്തെ. അപ്പോൾ കറക്റ്റ് ആദ്യം നടക്കുന്നതാണ് മൂന്നാമത്തെ സ്പിന്നിങ് ദ യാൺ. അപ്പോൾ ഓപ്ഷനിലേക്ക് 3 ആദ്യം വരുന്നത് നോക്കുക. ഓപ്ഷൻ ബി 3 ആദ്യം വരുന്നുണ്ട്, വേറെ ഒന്നും വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ നോക്കുക, നാലാമത്തെ വീവിങ് ഓഫ് ഫാബ്രിക്, നാലാമത്തെ. ഓക്കെ, അപ്പോൾ ഒന്നും നോക്കാമല്ലോ, ഓപ്ഷൻ ബി ആണെന്ത് റൈറ്റ് ആൻസർ. അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സോയിൽ ഫൗണ്ട് ആസ് ദ മേജർ സോയിൽ ടൈപ്സ് ഇൻ ഇന്ത്യ ഫ്രം നോർത്ത് ടു സൗത്ത്. അതായത് ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണ് നോർത്ത് നിന്നും സൗത്തിലേക്കുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്ത് എഴുതാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൊടുത്ത ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൈനസ് സോയിൽ, രണ്ടാമത്തെ ബ്ലാക്ക് സോയിൽ, മൂന്നാമത്തെ അലൂവിയൽ സോയിൽ, നാലാമത്തെ റെഡ് ആൻഡ് യെല്ലോ സോയിൽ. അപ്പോൾ നോർത്ത് നിന്ന് സൗത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഏത് സോയിലാണ് കാണപ്പെടുന്നത്? പിന്നെ അത് നോർത്ത് സൗത്ത് മീൻസ് ജമ്മു കാശ്മീർ ടു ഫോർ എക്സാമ്പിൾ കേരള, തമിഴ്നാട് ആ റേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് കാണപ്പെടുന്ന മണ്ണ്. അപ്പോൾ ആദ്യം തന്നെ നോർത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൈനസ് സോയിലാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ തന്നെ. പിന്നെ നമ്മൾ കാണുന്നത് ഏതാണ്? അലൂവിയൽ സോയിലാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് റിവേഴ്സ് ഒക്കെ ഉള്ളത് നോർത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം 1 വരും, പിന്നെ 3 വരും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷനിലേക്ക് നോക്കുക. ആദ്യം 1 വരുന്നത് 3 ഓപ്ഷൻ ഉണ്ട്, എ ബി സി. പിന്നെ രണ്ടാമത്തെ 3 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബിയിലുള്ളത്. പിന്നെ നമുക്ക് ഒന്നുകൂടി കൺഫർമേഷൻ ഒന്നുകൂടി നോക്കാം. പിന്നെ അത് നമുക്ക് വരേണ്ടത് ബ്ലാക്ക് സോയിൽ അല്ലേ? മഹാരാഷ്ട്ര റീജിയനിലൊക്കെ ഏതാണ്? ബ്ലാക്ക് സോയിൽ, അത് കറക്റ്റാണ്. പിന്നെ താഴോട്ടാണ് റെഡ് ആൻഡ് യെല്ലോ സോയിൽ വരുന്നത്. അപ്പോൾ എന്താണ്? 1, 3, 2, 4 ആ വരുന്നത്. 1, 3, 2, 4 ഓപ്ഷൻ ബി. അടുത്തൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഡാറ്റ ഗീവൺ ഓഫ് ജി ഡി പി കുറിച്ചാണ്. വിച്ച് വാസ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് സെക്ടർ ഇൻ 1974? 1974 ഏറ്റവും പ്രൊഡക്റ്റീവ് സെക്ടർ ഏതാണെന്ന് ചോദിച്ചത്. ഈ ഫിഗറിൽ 1974 ഈ ഫിഗറിൽ നോക്കിയെങ്കിൽ ബ്ലൂ കളർ കാണിച്ച് പ്രൈമറിയാണ്, റെഡ് കളർ കാണിച്ച് സെക്കൻഡറി, ഗ്രീൻ കളർ കാണിച്ച് ടെർഷറി. 1974 ഏതാണ് ഏറ്റവും കൂടുതൽ? ബ്ലൂ കളറാണ്. ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രൈമറി. ഓപ്ഷൻ എ പ്രൈമറി സെക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസ്യൂം ദാറ്റ് ദർ ആർ 100 families in a country. The average per capita income of families is rupees 10,000 and the average per capita income of 50 of these families is 5,000. The average per capita income of the remaining families. അത് ഒരു പ്രോബ്ലം കൊടുത്ത്, പ്രോബ്ലം കൊടുത്തത് എന്താണ്? ഒരു പ്രദേശത്ത് 100ഓളം ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് 100 ഫാമിലിയാണുള്ളത്. ആ 100 ഫാമിലിൻ്റെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്, ആവറേജ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് എത്ര? 10,000 ആണെന്ന് പറയുന്നത്. അങ്ങനെ ആ സ്ഥലത്തിനുള്ള 50 ഫാമിലിയുടെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് 5,000 ആണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എത്ര ഫാമിലിയാണ്? 50 ഫാമിലി. ആ ബാക്കിയുള്ള 50 ഫാമിലി പെർ ക്യാപിറ്റൽ ഇൻകം നമ്മൾ കാണാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എന്താണ്? ആവറേജ് പെർ ക്യാപിറ്റൽ ഇൻകം ഈക്വൽ ടു ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ആവറേജ് പെർ ക്യാപിറ്റൽ ഇൻകമാണ് തന്നിട്ടുള്ളത്. പെർ ക്യാപിറ്റൽ അത് ടോട്ടൽ രാജ്യത്ത് 100 ഫാമിലി, രാജ്യത്ത് പെർ ക്യാപിറ്റൽ ഇൻകം 10,000 ആണെന്ന് 100 ഫാമിലി ഉണ്ട് കാരണം. അപ്പോൾ എന്താ ടോട്ടൽ നാഷണൽ ഇൻകം എത്രയൊക്കെ അവിടുത്തെ? ടോട്ടൽ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 100 എന്നാണ് വരും അല്ലേ? 10,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ വരും. 10,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഏകദേശം 10 lakh വരും അല്ലേ? 10 lakh. 10,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1 lakh, 10 lakh വരും. 10 lakh വരും. 10 lakh ആയിരിക്കും അവിടുത്തെ ടോട്ടൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആവറേജ് പെർ ക്യാപിറ്റൽ ഇൻകം ഓഫ് 50 ഓഫ് ദീസ് ഫാമിലീസ് 5,000 എന്ന് പറയുന്നത്. അതിൽ 50 ഫാമിലിൻ്റെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് 5,000. അപ്പോൾ അവിടുത്തെ ആ 50 ഫാമിലി ടോട്ടൽ നാഷണൽ ഇൻകം എത്ര ആയിരിക്കും? 50 ഇൻറ്റു 5,000 വരും. 50 ഇൻറ്റു 5,000 എന്ന് പറഞ്ഞാൽ എത്ര വരും? 50 ഇൻറ്റു 5,000, 5 ഇൻറ്റു 5 25 ഈക്വൽ ടു 2.5 lakh വരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 50 ഫാമിലിൻ്റെ എന്ത് കാണണം? നമുക്ക് പെർ ക്യാപിറ്റൽ ഇൻകം, ആവറേജ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 50 ഫാമിലിൻ്റെ ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ 50. ടോട്ടൽ 50 ഫാമിലിയുള്ളൂ. അപ്പോൾ ടോട്ടൽ നാഷണൽ ഇൻകം ഇത്രയ്ക്കും വരിക ബാക്കിയുള്ള 50 ഫാമിലിൻ്റെ. ഈ 10 lakh ഡിവൈഡ് ബൈ 2.5 lakh ചെയ്താൽ എത്ര വരും? 10 lakh മൈനസ് 2.5 lakh. അത് മൊത്തം നമ്പർ 100 ഫാമിലിക്ക് 10,000 ആവറേജ് പെർ ക്യാപിറ്റൽ ഇൻകം ഉണ്ടെങ്കിൽ ടോട്ടൽ നാഷണൽ ഇൻകം അവർക്ക് എത്രയായിരിക്കും? 10 lakh വരും. 50 ഫാമിലിൻ്റെ പിന്നെ ആവറേജ് പെർ ക്യാപിറ്റൽ ഇൻകം 5,000 തന്നുകൊണ്ട് അവിടുത്തെ ടോട്ടൽ നാഷണൽ ഇൻകം എത്രയായിരിക്കും? 2.5 lakh ആയിരിക്കും. അപ്പോൾ റിമൈനിങ് ബാക്കിയുള്ള എത്രയൊക്കെ ടോട്ടൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 10 lakh മൈനസ് 2.5 lakh അത് ഈക്വൽ എത്രയായിരിക്കും? നമുക്ക് 7.5 lakh ആയിരിക്കും എന്ത് വരിക? ടോട്ടൽ നാഷണൽ ഇൻകം ഓഫ് 50 ഫാമിലീസ്. അപ്പോൾ നമ്മളോട് കാണാൻ പറയുന്നത് എന്താണ്? പെർ ക്യാപിറ്റൽ ഇൻകമാണ്. പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറഞ്ഞായിരിക്കും 7.5 lakh ഡിവൈഡഡ് ബൈ 50 വരും. ഓക്കെ, 50 വന്നാൽ എന്താ ചെയ്യുക? 0 0 കട്ടായി പോകും. ബാക്കി 75,000 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 75,000 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 15,000. ഓക്കെ,
അപ്പോൾ 15,000 ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ സി. ഓപ്ഷൻ സി 15,000. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി എൻ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഫോർ എ കൺട്രി? ഈ താഴെ പറയുന്നത് ഏതായിരിക്കും ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ളത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ, ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ ഡിഫൻസ്, ഇൻക്രീസ് ഇൻ ലേബർ പ്രൊഡക്ടിവിറ്റി, ഡെമോഗ്രാഫിക് ചേഞ്ചസ്. അതായത് രാജ്യത്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിച്ചത്. അതെന്താണ്? ഇൻക്രീസ് ഇൻ ലേബർ, കറക്റ്റായിട്ട് ഇൻക്രീസ് ഇൻ ലേബർ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കറക്റ്റ് ആയിരുന്നു അല്ലേ? ലേബർ പ്രൊഡക്ടിവിറ്റി കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് അവിടെ ഉണ്ടായി വരുന്നൊരു കാര്യം. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ പോപ്പുലേഷൻ ഓഫ് ശ്രീലങ്ക ഇസ് ഡിവൈഡ്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രീലങ്കയിലെ പോപ്പുലേഷൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ സിംഹള 55 ആൻഡ് തമിഴ് 45. ഓപ്ഷൻ ബി സിംഹള 68 ആൻഡ് തമിഴ് 25. ഓപ്ഷൻ സി സിംഹള 74 ആൻഡ് തമിഴ് 18. ഓപ്ഷൻ ഡി സിംഹള 80 ആൻഡ് തമിഴ് 15. ഏതാണ്? ഓപ്ഷൻ സി സിംഹള 74 ആൻഡ് തമിഴ് 18. ഓക്കെ, അടുത്ത് ക്വസ്റ്റ്യൻ. ബെൽജിയം വാസ് ഷിഫ്റ്റഡ് ഫ്രം യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ടു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ 1993. ബെൽജിയം എന്ന് പറയുന്നത് അത്യാവശ്യം യൂണിറ്ററി ഫോമിൽ നിന്നും ഫെഡറൽ ഫോമിലേക്ക് ഗവൺമെൻറ് സിസ്റ്റം മാറി. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതെന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചത്. ഓപ്ഷൻ എ, ദ റീജിയണൽ ഗവൺമെൻറ് വെർ ഗിവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ആൻഡ് വെയർ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സെൻട്രൽ ഗവൺമെൻറ്. റീജിയണൽ ഗവൺമെൻറ്റിന് ഭരണഘടനാപരമായ പദവി കൊടുത്തു, പവർ കൊടുക്കുകയും ചെയ്തു. അവരെന്ത് ചെയ്യേണ്ട? ഇനി സെൻട്രൽ ഗവൺമെൻറ്റിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റാണ്. ഓപ്ഷൻ ബി കൊടുത്ത റീജിയണൽ ഗവൺമെൻറ് വേർ അണ്ടർ ദ കൺട്രോൾ സെൻട്രൽ ഗവൺമെൻറ്. ഒരിക്കലല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ദ ഡച്ച് ആൻഡ് ഫ്രഞ്ച് മിനിസ്റ്റർ ഷാൽ ബി ഈക്വൽ സെൻട്രൽ ഗവൺമെൻറ്. അതുമല്ല. കമ്മ്യൂണിറ്റി ഗവൺമെൻറ് വിൽ അണ്ടർടേക്ക് ദ പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അല്ല. അപ്പോൾ റൈറ്റ് ആൻസർ എന്താണ്? റീജിയണൽ ഗവൺമെൻറ്റ്സ് വേർ ഗിവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ആൻഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സെൻട്രൽ ഗവൺമെൻറ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത എന്താണ്? ഒരു പാസേജ്, താഴത്തൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാസേജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ പാസേജ് എന്താണെന്ന് പറയുന്നത് നോക്കാം ആദ്യം. അപ്പോൾ ഈ പാസേജ് വായിച്ചു. ആഫ്റ്റർ 1840, 1848 ശേഷം നാഷണലിസം ഇൻ യൂറോപ്പ് മൂവ്ഡ് അവേ ഫ്രം ഇറ്റ് അസോസിയേഷൻ വിത്ത് ഡെമോക്രസി ആൻഡ് റവല്യൂഷൻ. അതായത് യൂറോപ്പിൽ നാഷണലിസം എന്ന കൺസെപ്റ്റ് ശരിക്കും ഡെമോക്രസി റവല്യൂഷനിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി തുടങ്ങി. ആദ്യം ഡെമോക്രസി റവല്യൂഷൻ നാഷണലിസം ഒപ്പരം പോകുന്നതായിരുന്നു. പിന്നെ അതിൽ നിന്ന് പോയി. എങ്ങനെ? നാഷണൽ സെന്റിമെന്റ്സ് വെയർ ഓഫൺ മൊബിലൈസ്ഡ് ബൈ കൺസർവേറ്റീവ് ഫോർ പ്രൊമോട്ടിംഗ് സ്റ്റേറ്റ് പവർ ആൻഡ് അച്ചീവിംഗ് പൊളിറ്റിക്കൽ ഡൊമിനിയൻ ഓവർ യൂറോപ്പ്. അതായത് നാഷണൽ സെന്റിമെന്റ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? കൺസർവേറ്റീവ്സ് അവരുടെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡൊമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? കൺസർവേറ്റീവ്സ് നാഷണൽ എന്ന കൺസെപ്റ്റ് അവർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ദിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ പ്രോസസ് ബൈ വിച്ച് ജർമ്മനി ഇറ്റലി കെയിം ടു ബി യൂണിഫൈഡ് ആസ് നാഷണൽ സ്റ്റേറ്റ്. ഇത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന എപ്പോഴാണ്? ഈ ജർമ്മനി ഇറ്റലി യൂണിഫിക്കേഷൻ്റെ കേസിൽ നമുക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. ആസ് യു ഹാവ് സീൻ നാഷണലിസ്റ്റ് ഫീലിംഗ് വെർ വൈഡ് സ്പ്രെഡ് അമംഗ് ദ മിഡിൽ ക്ലാസ് ജർമ്മൻ. അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ശരിക്കും ഈ നാഷണലിസ്റ്റ് ഫീലിംഗ്സ് ഒക്കെ ആദ്യം പിന്നെ മിഡിൽ ക്ലാസ് ജർമ്മൻസിനായിരുന്നു ഏറ്റവും കൂടി ഉണ്ടായിരുന്ന ആദ്യം. who in 1848 tried to unite the different region of the German Confederation into a nation state governed by the elected parliament. അപ്പോൾ അവരെന്ത് ചെയ്തു? 1848 ജർമ്മനിൽ വിവിധ റീജിയൻസിനെ യുണൈറ്റ് ചെയ്തിട്ട് ഒരു ജർമ്മൻ കോൺഫെഡറേഷൻ അല്ലെങ്കിൽ നാഷണൽ സ്റ്റേറ്റായി ഫോം ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ഇലക്ടഡ് പാർലമെന്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ. This liberal initiative to nation building was however repressed by the combined forces by monarchy and the military, supported by the large landowners called Jungers of Prussia. പക്ഷേങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിന്, ഈ മിഡിൽ ക്ലാസിൻ്റെ ലിബറൽസിൻ്റെ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്തു? അവിടുത്തെ രാജാവും പട്ടാളവും അതേപോലെ തന്നെ ഈ അവിടുത്തെ വലിയ ലാൻഡ് ഓണേഴ്സായ ജംഗേഴ്സിൻ്റെ സഹായത്തോട്, പ്രഷ്യയിലെ ജംഗേഴ്സിൻ്റെ സഹായത്തോട് എന്ത് ചെയ്തു? ഈ മൂവ്മെൻറ്റിനെ അടിച്ചമർത്തുകയുണ്ടായത്. ഫ്രം ദെൻ ഓൺ, അതിനുശേഷം പ്രഷ്യ ടുക്ക് ഓൺ ദ ലീഡർഷിപ്പ് ഓഫ് ദ മൂവ്മെൻറ്റ് ഫോർ ദ നാഷണൽ യൂണിഫിക്കേഷൻ. അതിനുശേഷം പ്രഷ്യ എന്ത് ചെയ്തു? ഈ നാഷണൽ യൂണിഫിക്കേഷൻ്റെ ചുമതല ഏറ്റെടുത്തു, ലീഡർഷിപ്പ് ഏറ്റെടുത്തു. ഇറ്റ്സ് ചീഫ് മിനിസ്റ്റർ ഒട്ടോ വാൻ ബിസ്മാർക്ക് വാസ് ദ ആർക്കിടെക്ട് ഓഫ് ദിസ് പ്രോസസ്, carried with the help of the Prussian army and bureaucracy. അതിനുശേഷം പ്രഷ്യയുടെ ചീഫ് മിനിസ്റ്റർ എന്ന ഒട്ടോ വാൻ ബിസ്മാർക്കിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ആ പ്രഷ്യൻ ആർമീൻ്റെ ഒക്കെ സഹായത്തോടുകൂടി അവിടുത്തെ ഉദ്യോഗസ്ഥർ സഹായത്തോടെ എന്ത് ചെയ്തു? അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്ത് നടപ്പിലാക്കി. അതായത് ജർമ്മൻ യൂണിഫിക്കേഷൻ നടത്തി. The three wars over 7 years with Austria, Denmark, France ended in Prussian victory and combined the process of unification. അതിന് ഫലമായിട്ട് എന്ത് ചെയ്തു? ഏകദേശം 7 വർഷം നീണ്ടുന്ന 3 യുദ്ധങ്ങൾ ഓസ്ട്രിയയും ഡെൻമാർക്കും ഫ്രാൻസുമായിട്ട് അങ്ങനെ അവസാനം പ്രഷ്യ ജയിക്കുകയും ജർമ്മൻ യൂണിഫിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുകയും ചെയ്തു. ഇൻ ജനുവരി 1871, അങ്ങനെ 1871 ജനുവരിയിൽ പ്രഷ്യൻ കിങ്ങായി വില്യം I വാസ് പ്രൊക്ലെയിംഡ് ജർമ്മൻ എംപറർ ഇൻ സെറിമണി ഹെൽഡ് അറ്റ് വെർസൈൽസ്. അങ്ങനെ പ്രഷ്യൻ കിങ്ങായി വില്യം I ജർമ്മനിയുടെ എംപററായിട്ട് എന്ത് വെർസൈൽസ് എന്ന ചടങ്ങിൽ അദ്ദേഹത്തെ അവരോധിച്ചു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ പാസേജിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഹൂ വാസ് ആർക്കിടെക്ട് ഓഫ് ദ പ്രോസസ് ഓഫ് നാഷണൽ യൂണിഫിക്കേഷൻ? ആരായിരുന്നു നാഷണൽ യൂണിഫിക്കേഷൻ? ഇവിടെ ഉദ്ദേശിച്ച് ജർമ്മനിയുടെ നാഷണൽ യൂണിഫിക്കേഷൻ ആട്ടോ. അതാണ് അതേപറ്റി ഒരു പാസേജ് പറഞ്ഞത്. അപ്പോൾ ജർമ്മനി നാഷണൽ യൂണിഫിക്കേഷനിലെ ആർക്കിടെക്ട് ആരായിരുന്നു ചോദിച്ചു. ആരായിരുന്നു? ഒട്ടോ വാൻ ബിസ്മാർക്ക്. ഒട്ടോ വാൻ ബിസ്മാർക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആരായിരുന്നു?
പ്രഷ്യയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് പ്രൊക്ലെയിംഡ് ആസ് എ ജർമ്മൻ എംപറർ? ആരായിരുന്നു ജർമ്മൻ എംപറായി പ്രൊക്ലെയിം ചെയ്തത്? വില്യം ഒന്നാമൻ. അപ്പോൾ ഡേവിസ് 1 അല്ല, ഒരിക്കലും അല്ല. വില്യം 2 അല്ല, വില്യം 1 ഓഫ് ജർമ്മൻ എംപറർ. ഓക്കെ. When did the middle class German try to unite the different region of the German Confederation into nation state? എപ്പോഴാണ് മിഡിൽ ക്ലാസ്സിലുള്ള ജർമ്മനിയിലെ മിഡിൽ ക്ലാസ് ആൾക്കാർ ജർമ്മൻ കോൺഫെഡറേഷൻ ജർമ്മൻ നാഷണൽ സ്റ്റേറ്റ് ഫോം ചെയ്യാൻ ശ്രമം തുടങ്ങി ഏത് വർഷമാണെന്ന് ചോദിച്ചത്? ഏത് വർഷമാണ്? 1848. പാസേജ് പറഞ്ഞു 1848. ഓപ്ഷൻ സി 1848. അടുത്ത്, ഹൗ മെനി വാർസ് ടുക്ക് പ്ലേസ് ഇൻ 7 years? 7 വർഷം കൊണ്ട് 3 യുദ്ധം നടന്നു നമ്മൾ പറഞ്ഞേ. എത്രയാണ്? 3. ഓപ്ഷൻ എ 3. Who were known as Genghis? Genghis പറഞ്ഞ പ്രഷ്യയിലെ ലാർജ് ലാൻഡ് ഓണേഴ്സ്. ഓപ്ഷൻ ഡി, ലാൻഡ് ഓണേഴ്സ് ഓഫ് പ്രഷ്യ. When the Prussian king William I was proclaimed German emperor in the ceremony held at Versailles. വെർസാലസ് വെച്ച് നടന്ന ചടങ്ങിൽ വില്യം ഒന്നാമനെ എന്ത് ചെയ്തു? പ്രഷ്യൻ കിങ്ങായ വില്യം ഒന്നാമനെ ജർമ്മൻ എംപറായി അവരോധിച്ചു. അത് എപ്പോഴാണ് നടന്നത്? ഏത് വർഷം എപ്പോഴാണ് നടന്നത്? എപ്പോഴാണ്? 1871 ജനുവരി. ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്തൊരു മാപ്പ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ് മാർക്ക്ഡ് ആസ് എ ഓൺ ദ മാപ്പ് വിച്ച് ഈസ് ദ മേജർ പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ കെയിൻ. അതായത് ഈ മാപ്പിൽ എ എന്ന് മാർക്ക് ചെയ്ത സ്റ്റേറ്റ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഈ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ ഉണ്ടാക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഏതാണ്? മാപ്പ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഉത്തർപ്രദേശാണ് അല്ലേ? അതിന് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ഉത്തർപ്രദേശ്. ഓക്കെ. അപ്പോൾ എന്തായി? ഇതോടുകൂടി നമ്മൾ ഏകദേശം സോഷ്യൽ ഏകദേശം ഈ ടേം 1 ചോദിക്കാൻ സാധ്യതയുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ്റെ സാമ്പിൾ സെറ്റ് നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.